ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മിവിടെ ചർച്ച ചെയ്യുന്നു ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിച്ചു. കേവലം 15 ദിവസം മാത്രമാണ് ശുക്രൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ രാശിയുടെ ഒരു പ്രത്യേകത, ശുക്രൻ നിൽക്കുന്നത് സ്വന്തം ക്ഷേത്രത്തിലാണ്. ഇടവം സ്വന്തം ക്ഷേത്രമാകുന്നു ശുക്രൻ്റെ. ഇടവവും തുലാം രാശിയുമാണ് ശുക്രൻ്റെ സ്വന്തം രാശികൾ. ഇടവം സ്വക്ഷേത്രമാണ്, തുലാം രാശി മൂലക്ഷേത്രവുമാണ്. പിന്നീട് ഉച്ചക്ഷേത്രം വരുന്നത് മീനം, അപ്രകാരം നീചക്ഷേത്രം വരുന്നത് അതിൻ്റെ 7ാം ഭാവമായ കന്നി. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുന്നത്. ഇറ്റ് ഈസ് എ മെറ്റീരിയൽ പ്ലാനറ്റ്. ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന, അത് വിവാഹ വിഷയമായ പ്രണയ വിഷയമായാലും അപ്രകാരം തന്നെ ആഭരണങ്ങൾ, വാഹനം, നല്ല ഫർണിച്ചറുകൾ, വീട് വൃത്തിയാക്കൽ, വീടിന് പെയിൻ്റ് അടിക്കൽ, പുതിയ ഭൂമി വാങ്ങി വീട് വെക്കുക, ഇതൊക്കെ തന്നെ ശുക്രൻ്റെ ധർമ്മമാണ്. ഓൾഡ് വൈൻ ന്യൂ ബോട്ടിൽ, ഇതൊക്കെ ശുക്രനെ കൊണ്ടാണ് പറയുക. പഴയത് എടുത്ത് പുതുക്കി നന്നാക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാകുന്നു. ശുക്രൻ ദേവാചാര്യനെ പോലെ തന്നെ അസുരാചാര്യനാണ്. പക്ഷേ 2 വ്യത്യാസങ്ങൾ. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു, ശുക്രൻ ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ഒരു ജാതകത്തിൽ 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും ഒറ്റ ഫലം മാത്രമേ വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിട്ടുള്ളൂ. എന്താണത്? സുഖി എന്നാണ്. അത് ഭൗതികമായ സുഖത്തെ പ്രദാനം ചെയ്യും. 400-ൽ താഴെ ശ്ലോകങ്ങൾ കൊണ്ട് ലോകത്തിലെ എല്ലാ സംഭവങ്ങളും വരാഹമിഹിര ആചാര്യൻ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞു. സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ. ഞാനിതാ ശാസ്ത്രമാകുന്ന ഒരു തോണി നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. അത് സ്വൽപ്പമാണ്, വൃത്തവിചിത്രമാണ്, ധാരാളം വൃത്തങ്ങളുണ്ട്. അർത്ഥബഹുളം, ധാരാളം അർത്ഥങ്ങളുണ്ട്. അതുകൊണ്ടാണ് 4ാം ഭാവത്തിൽ വ്യാഴം വന്നാലും ശുക്രൻ വന്നാലും സുഖി എന്ന ഫലം വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇയാൾ സുഖത്തോടു കൂടിയിരിക്കും. 4ാം ഭാവം സുഖഭാവമാണ്. അതിനാൽ ഭൗതികമായ സുഖം ശുക്രനും ആത്മീയമായ സുഖം വ്യാഴവും നൽകും. ഏതായാലും നമുക്ക് ശുക്രൻ്റെ ഈ ചാരവശാലുള്ള രാശി മാറ്റം, ഇടവൻ രാശിയിൽ ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യുന്നെന്ന വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. ഈ ശുക്രൻ്റെ ആശ്രയഫലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവൻ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ നല്ല ആശ്രയഫലമാണ് വരാഹമിഹിര ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. സുബലമധിതനോ നരേന്ദ്രപൂജ്യ സ്വജന വിഭവ പ്രതിത അഭയ സിതേ സ്വേ. സ്വേ, സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന സിതൻ ശുക്രൻ എന്ത് പ്രദാനം ചെയ്യുന്നു? സുബലം, സുമതി, സുധനം. നല്ല ബുദ്ധി, നല്ല ബലം, നല്ല ധനത്തെ പ്രദാനം ചെയ്യുന്നു. നരേന്ദ്രപൂജ്യ, രാജാവ് ബഹുമാനിക്കും, അധികാരിയുടെ പ്രിയത്തിന് പാത്രമാകും. സ്വജന വിഭുഹു, സ്വന്തം ആളുകളുടെ ഇടയിൽ തനിക്ക് മേധാവിത്വം വരും. അത്ര നല്ലൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ശുക്രൻ നന്മകൾ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുക്രൻ മേടമാസം 30-ാം തീയതി, അതായത് മെയ് 14-ാം തീയതിയാണ് മിഥുനത്തിലേക്ക് ചാരവശാൽ പകർന്നു പോകുന്നത്. അതുവരെ ഈ ശുക്രൻ്റെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. പുനരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ എന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ മീനൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് ചാരവശാൽ ഏത് ഭാവത്തിലാണ്? 3ാമത്തെ ഭാവത്തിലാണ്. 3ാമത്തെ ഭാവം ഇടവമാണ്. ഇവിടെ ശുക്രൻ 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് ഇടവത്തിൻ്റെ അധിപൻ, മറ്റൊന്ന് അഷ്ടമഭാവം, തുലാൻ രാശിയുടെ ആധിപത്യമാണ് ശുക്രൻ. 3 ശുക്രൻ വന്നാൽ ഇവിടെ അഷ്ടമാധിപനാണ് ശുക്രൻ. 3ാം ഭാവം വ്യാഴത്തിനെ സംബന്ധിച്ചോളം, ശുക്രനെ സംബന്ധിച്ചോളം കൃപണഹ, നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്തു എന്ന് വരില്ല. പക്ഷേ സഹോദര ഗുണങ്ങൾ നന്നായി വരും. നല്ല സഹായികളെ കിട്ടും, സഹായികളെ കൊണ്ട് ഗുണമുണ്ടാകാം. പലപ്പോഴും തനിക്ക് പറ്റാത്ത ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കരുത്. എന്നിട്ട് അവസാനം താൻ അപഹാസ്യനാവുന്നൊരവസ്ഥ വരും. സേനാപതിർ കാതരോ ദാനസംഗ്രാമകാലെ, യുദ്ധസമയം വരുമ്പോൾ അല്ലെങ്കിൽ ദാനം ചെയ്യുമ്പോൾ ഭയന്നു പോകുന്നൊരവസ്ഥ വരും. തനിക്കുള്ളത് മാത്രം ദാനം ചെയ്യുക. തനിക്ക് എടുത്താൽ പൊന്താത്തത് ഒന്നും താൻ ദാനം ചെയ്യാനോ ഓഫറുകൾ
പാടില്ല. ഡോണ്ട് ഗിവ് റാഷ് പ്രോമിസസ് ടു എനിബഡി പ്ലീസ്. അത് തനിക്ക് പേരുദോഷമുണ്ടാകും. ഇവിടെ മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ രതി സ്ത്രീജനെ തസ്യനോ ബന്ധുനാശം. സ്ത്രീജനെ രതി, സ്ത്രീജനങ്ങളുടെ രതി ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. തസ്യ ബന്ധുനാശ, ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടുകൾ വരും, സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും വയ്യാകൾ വരാം. അഷ്ടമാധിപനാണ്. ഗുരുരസ്യ ദുശ്ചിൽക്കോ ദാനവാനാം ന പൂർണ്ണോഭവിൽ ശർമ്മണ പുത്രഗാനാം. സന്താന വിഷയത്തിൽ അങ്ങേറ്റം സംതൃപ്തി ഉണ്ടാകില്ല എന്നൊരു ദോഷമുണ്ട്. പലപ്പോഴും മക്കളുടെ വിഷയത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ പല പ്രവർത്തനങ്ങളും തനിക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. ഇവിടെ നിർബന്ധമായും ദേവീക്ഷേത്രത്തിൽ വിളക്കുമാല, പായസം വഴിപാടുകൾ, വെള്ളിയാഴ്ച നന്നായി ദേവിക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് ദോഷപരിഹാരം കാണുന്നത് വളരെയധികം ഉത്തമമാണെന്ന് അറിയുക. ഇന്നത്തെ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റത്തിൽ ശ്രദ്ധിക്കേണ്ടത് യഥാർത്ഥത്തിൽ മീനൻ രാശിക്കാരാണ്. അപ്രകാരം തുലാൻ രാശിക്കാരാണ്. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ധനുരാശിക്കാരാണ്. പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്യുക. എല്ലാം മംഗളമാവട്ടെ. നന്ദി, നമസ്തേ.